റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീട് വെക്കാൻ ഒരു തുണ്ട് ഭൂമിക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് HIV ബാധിതനായ ഒരു യുവാവ്. പാലക്കാടാണ് സംഭവം. പാലക്കാട് പുതുശ്ശേരി സ്വദേശിയായ യുവാവാണ് കുടുംബത്തിന് സുരക്ഷിതമായ ഒരു ഇടമൊരുക്കാൻ നെട്ടോട്ടമോടുന്നത്. 2023 യുവാവിന് വീട് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്താൻ സഹായിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഉത്തരവുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പക്ഷേ സഹായിക്കുന്നില്ല. യുവാവിന്റെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് കേൾക്കാം. ഞാനൊരു HIV പേഷ്യൻ്റാണ്. കുറേ പഞ്ചായത്തുകളായിട്ട് നമ്മൾ ഒരു വീട് വെക്കാൻ വേണ്ടി കുറേ നമ്മൾ നടന്നു. ഒരു പഞ്ചായത്ത് നമുക്ക് സഹായം തന്നിട്ടില്ല. ജില്ലാ കളക്ടറും നമുക്ക് എന്തെങ്കിലും ചെയ്തുതരാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തിലേക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരയ്ക്കും ഒരു പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു നല്ല ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. ഇതുവരെ ആരും നമുക്ക് ഒരു ഇടപെട്ടിട്ട് ഒരു നല്ലൊരു തീരുമാനം തന്നിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് തരാമെന്ന് പറഞ്ഞാലും അവിടെയുള്ള വാർഡ് മെമ്പർ എങ്ങനെയാ കൊടുക്കാൻ പറഞ്ഞ് തടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് HIV ബാധിതരായവരെ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ പോളിസി ആകേണ്ടത്. ഒരു സർക്കാരിന്റെ ജനാധിപത്യ പോളിസി ആകേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പഞ്ചായത്തുകൾ അവരെ വീണ്ടും വീണ്ടും സ്റ്റിഗ്മാറ്റൈസ് ചെയ്യുകയാണ്. അവരെ വീണ്ടും സമൂഹത്തിൽ നിന്ന് മാറ്റി അകലെ നിർത്തുകയാണ്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തിന് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്തുകൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്? ഇദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും ഈ പഞ്ചായത്ത് അധികൃതർ ഇത് ശ്രമിക്കുന്നില്ലേ? മാറ്റി നിർത്തുകയാണോ ഈ ചെറുപ്പക്കാരനെ? അരുൺകുമാർ, ഈ യുവാവ് വളരെ ദുരിതാവസ്ഥയിലാണ് കഴിയുന്നത്. ഇവരുടെ കുടുംബത്തിന് ഇപ്പോൾ താമസിക്കാൻ കൃത്യമായ ഒരു സ്ഥലമോ വീടോ ഇല്ല. അങ്ങനെ 2023 ഈ യുവാവ് തനിക്ക് ചെറിയൊരു കൂരയെങ്കിലും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തുള്ള പുതുശ്ശേരി പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും സമീപിക്കുന്നു. പക്ഷേ ഇതുവരെയും ആരും തന്നെ ഈ യുവാവിൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചിട്ടില്ല. 2023 അന്നത്തെ ജില്ലാ കളക്ടർ ഈ യുവാവിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകണമെന്ന് വിവിധ പഞ്ചായത്തുകൾക്ക് കത്ത് നൽകിയതാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു പഞ്ചായത്ത് അധികൃതരും ഈ യുവാവിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് എത്തുന്നില്ല. ഈ യുവാവ് തന്നെ പറയുന്നത് തനിക്ക് ഇത്തരത്തിലൊരു രോഗമുണ്ട്, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് പലരും തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ലൈഫ് പദ്ധതിയിൽ ഈ യുവാവ് അപേക്ഷിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തു നൽകാമായിരുന്നു. നിലവിൽ അത്തരത്തിലൊരു അപേക്ഷ തങ്ങൾക്ക് ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇത്തരത്തിൽ ഒരു സഹായം ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയുള്ളത്. ഏതായാലും പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ യുവാവിന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തുള്ളത്. മാത്രമല്ല സമീപ പഞ്ചായത്തിലെ ചില ഇടങ്ങളിൽ പഞ്ചായത്തിന് സ്ഥലമുണ്ട്. അവിടെ യുവാവിനെ ഒരു കൂര കെട്ടാനുള്ള സ്ഥലമെങ്കിലും നൽകണമെന്നുള്ളത് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണം. പക്ഷേ എന്നിട്ടും അവിടെയുള്ള ആരും തന്നെ യുവാവിനെ സഹായിക്കുന്നില്ല. അങ്ങനെയാണ് യുവാവ് നമ്മളോട് സഹായം തേടി വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പാലക്കാട് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെടണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. HIV ബാധിതനായ ഒരാളാണ്. ഇയാളെ പഞ്ചായത്തുകാർ കൈയൊഴിയുകയാണ്. കളക്ടറുടെ ഉത്തരവുണ്ട്, വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശമുണ്ട്. എന്നിട്ടും പഞ്ചായത്തിന്റെ പുറമ്പോക്കിൽ നിന്ന്, അവരുടെ മിച്ചം ഭൂമിയിൽ നിന്ന് കുറച്ച് സ്ഥലം ഈ ചെറുപ്പക്കാരൻ്റെ കൂട്ടത്തിൽ അയാളെ കുടുംബമായിട്ട് അവിടെ കഴിഞ്ഞോളും. HIV ബാധിതനായി പോയി. അത് അയാളുടെ കുറ്റം കൊണ്ടല്ല എന്നുള്ളതും വാസ്തവമാണ്. എന്നിട്ട് ആ കുടുംബത്തെ വീണ്ടും വീണ്ടും ശിക്ഷിക്കാനുള്ള ഒരവകാശവും നമുക്കില്ല. ആ കുടുംബത്തെ ചേർത്ത് നിർത്തണം. വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മളിത് പെടുത്തുന്നു. പാലക്കാടാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്യാം.